രണ്ട് ടയറിന് ഡിഫറൻസ് നോക്ക് കണ്ടോ. വാവ്, നമ്മൾ ടയറോടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഗൈസ്, സ്കാം 440ക്ക് നമ്മൾ സ്റ്റോക്ക് വരുന്ന ടയർ 120 എന്നുള്ള സാധനം നമ്മൾ 140 സെക്ഷനിലേക്ക് മാറ്റാൻ പോകണം ഗൈസ്. ഹിമാലയൻ 450 യൂസ് ചെയ്യുന്ന സെയിം ടയർ തന്നെയാണ്. അണ്ണൻ്റെ വണ്ടിയാണ് ഗൈസ്. സോ നമുക്കിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടോ ഇതൊന്ന് വർക്ക് ചെയ്യാവും. അപ്പോൾ നമ്മുടെ ടൈം അഴിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. ഈ സാധനം ഇവിടെ ഇട്ടിട്ട് ഇന്ന മണ്ടയ്ക്കൂടെ തെറ്റാലോ. യെസ്, ഇവിടുന്ന് കയറിപ്പോയി. സോ നമ്മുടെ ടയർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. രണ്ട് ടയറിന് ഡിഫറൻസ് നോക്ക് കണ്ടോ. വാവ്, നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു സാധനം എടുത്തിട്ട് കൊടുക്കുക. എത്രാമത്തെ ട്യൂബാടാ? ആദ്യത്തെ ടയർ, ആദ്യത്തെ ടയർ 4 ട്യൂബ്. ഇനി അടുത്തത് ഫ്രണ്ട് ടയർ. അതും ഇതേ സെയിം ടയർ തന്നെ. അതല്ല, അത് ഇനി പഞ്ചറാവുന്ന ഒന്നുമില്ല. ഓൺലൈനിൽ ടയർ മേടിച്ചിട്ട് കടയിൽ നിന്ന് പോയിട്ട് വേറെ ടയർ മേടിച്ചിട്ട് ഇനി ഓൺലൈനിൽ സാധനം റിട്ടേൺ അയക്കും. കാരണം 2 ടയർ തമ്മിൽ 400 രൂപയുടെ വ്യത്യാസമാണ് കൈസ് കിട്ടിയത്. പക്ഷെ നീ ഇത് മേടിച്ചപ്പോൾ അതിന് ഓൺലൈൻ 500 രൂപ പിന്നെയും കുറഞ്ഞില്ലേ? 3200. അയ്യോ, അണ്ണൻ്റെ ഭാഗ്യം. ആ ട്യൂബ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇത് കവറിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അമ്മമാർക്ക് കൊടുത്തിട്ട് ആക്കി വിടാം. അതായത് അമ്മമാർക്ക് എന്താ ഫ്രീ ആയിട്ട് വന്ന് ചെയ്യുന്ന പോലെ പരിപാടി തന്നെ. ശരിയല്ലേ? കസ്റ്റമേഴ്സിനെ മാനിക്കാൻ അറിയാത്ത വാണങ്ങളും. ഈ ടയറിനടുത്ത് നല്ല ഇരിപ്പുണ്ടോ? ഏയ്, നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാം. അവരുടെ ലാംഗ്വേജിൽ അതിന് വലിയ എന്താ മോനെ ടയർ, എന്താ ലുക്ക്. വാ, വ്യൂ കളയറാ. അങ്ങനെ ടയർ നമ്മൾ ഇട്ട് ഗൈസ്. കംപ്ലീറ്റ് വെക്കുമ്പോൾ ഈ ട്യൂബ് ഇടാതെ ഇങ്ങനെ നടക്കുവാണ്. നട്ട് വരണ്ടേ? എല്ലാം സെറ്റാക്കൂടാ. ഏത് നട്ട്? ആ, വാൽവിന്റെ അടുത്തുള്ള നട്ട്, കമ്പിയുടെ അടുത്തുള്ള നട്ട്, അടിയിലുള്ള. അത് ഊരിയല്ലോ. ഊരിടാ ഇവിടെ, അതല്ലേ കിടക്കുന്നേ. ഇല്ലെങ്കിൽ പേടിച്ചിട്ട് ഓരോ ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കുക. और नट को इसलिए रखता है जो लीवर मारता है ना, मैनुअली जब खोलने का तजुर्बा करना होता है. अभी ये नहीं निकलना है क्या? नहीं, क्योंकि आपका ये गैप कम है. अच्छा, हवा पकड़ने में प्रॉब्लम होगा. हर गाड़ी का अलग अलग है. नट अंदर है तो प्रॉब्लम कुछ नहीं है ना? प्रॉब्लम नहीं है. पंचर हो जाता तो फिर भी इधर आएगा. वो टायर शूट में उधर ही होता है. कैसा हो रहा है मालूम नहीं भाई. लास्ट वीक डाला है, नहीं क्या डेली आधा आधा हवा जा रहा है. कुछ नहीं, पंचर कुछ नहीं. तो क्या था, कम हवा में ഗൈസ്, ട്യൂബിടാനുള്ള കഷ്ടപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനം കയറുന്നില്ല ഗൈസ്. നമ്മൾ ആഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി കയറ്റി ഗൈസ്. 40 ഒക്കെ അടിച്ചു. ടയർ ഉള്ളിൽ കയറ്റുന്നുണ്ട്. കമ്പ്ലീറ്റ് കിട്ടുമ്പോൾ ഈ ട്യൂബ് മുഖത്തെല്ലാം അങ്ങനെ ഉറപ്പ്. നീ ഇങ്ങനെ അല്ല നെഗറ്റീവ് അടിക്കല്ല എൻ്റെ കിളി. എടാ, നെഗറ്റീവ് മാത്രം നടന്നാൽ ഞാൻ ഇതേ ചിന്തിക്കുന്നു. നീ എനിക്കൊരു പോസിറ്റീവ് അടിച്ചതാ. ഇനി സെറ്റാണ്. സ്റ്റിൽ ഇത് സെറ്റാണല്ലേ. എൻ്റെ നഷ്ടം 5 ആയി. എത്രയായി? 5000 രൂപ ആയിട്ട്. ഇട്ട് 10 ദിവസം ബസ്സിന് പോയിട്ട് എനിക്ക് 1000 രൂപ ചിലവാ. 10 ദിവസം? അതെങ്ങനെ ഒരു ദിവസം 100 രൂപ? 50 രൂപ, 5 ദിവസം 250 രൂപ. ശരിയാ. അപ്പൊ റാപ്പിടെ കിട്ടുന്നുമില്ല, വരുമാനം വരുന്നില്ല, പോകുന്നു മാത്രമേ ഉള്ളൂ. 450, 450. യെസ്, ഫൈനലി ഡൺ ഗൈസ്. ഫൈനലി ടയർ ഇട്ട് ഗൈസ്.
ഇനി കാറ്റടിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഗോർലയുടെ ടയർ കിട്ടാത്തവർ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ശ്രദ്ധിക്കട്ടെ. സാധനം മാറ്റി കിട്ടി കേസ്. നമ്മുടെ പഴയ ടയർ അവിടെ എടുത്തോ. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാം. എൻ്റെ അമ്മ വെയിറ്റ് എന്നിവിടെ വെച്ചേടാ. ഇങ്ങോട്ട് വരട്ടെ. 120 140. പാവം. മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് വണ്ടിയിൽ ഇട്ടിട്ട് നമുക്കിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കടയിലാണ് കേസ് വന്നത്. ഒരുപാട് ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ടയർ നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ അയക്കും. റിട്ടേൺ അപ്രൂവ് ആയില്ലേടാ? നമ്മൾ ഈ ടയർ ഓൺലൈനിൽ 4200 രൂപയ്ക്ക് മേടിച്ചു. കടയിൽ വന്നപ്പോൾ സെയിം ടയർ നമുക്ക് 3800 കിട്ടി. സോ നമ്മൾ ഇത് ചൂസ് ചെയ്തു. ഇതിനൊന്ന് റിട്ടേൺ അയക്കും. ഇതവിടെ പഴയ ടയർ. ഇത് നമ്മൾ കഴപ്പ് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്ത് വെക്കും. ഓഫ് റോഡിലിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഈ ടയർ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടയർ നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. അങ്ങനെ നമ്മൾ ടയറിൻ്റെ എടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളിത് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയാണോ നോക്കാം ഗൈസ്. നമ്മൾ സ്കാം 440 എടുത്തിട്ട് 5000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് നമുക്ക് 3 ട്യൂബ് മാറ്റേണ്ടി വന്നു. എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാറ്റ് കുറയുക, പിന്നെ വീണ്ടും കാറ്റടിക്കും, പിന്നെ കുറച്ചുകൂടെ ഓടുമ്പോഴത്തേക്കും നമ്മൾ ആ കാറ്റടിക്കുന്ന വാൾ ട്യൂബിൻ്റെ അവിടെ നിന്ന് കീറിപ്പോയിട്ട് പിന്നെയും കാറ്റ് അങ്ങനെ പോകും. ആദ്യമൊക്കെ വിചാരിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. ഒരു ട്യൂബ് മാറ്റി, 2 ട്യൂബ് മാറ്റി, 3 ട്യൂബ് മാറ്റി. അപ്പോൾ നമ്മൾ ഇനി വിചാരിച്ചാൽ പിന്നെ നമുക്ക് ടയറോടെ മാറ്റിയൊക്കെ എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ ഹിമാലയൻ 450ക്ക് വരുന്ന 140/80 സെക്ഷൻ ടയർ എടുത്തിട്ട് നമ്മളിപ്പം ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ ആ കുഞ്ഞ് ടയർ മാറി നല്ല വീതിയുള്ള ടയർ നമുക്ക് കാണാം. അപ്പം നിങ്ങളുടെ 440, 411 അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും ഈ 450യുടെ ടയർ സ്യൂട്ട് ആവുന്നതാണ് ഗൈസ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. എന്താല്ലേ ലുക്ക്. നമുക്കിത് ഓടിച്ച് നോക്കുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഫീഡ്ബാക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് മാറും. അങ്ങനെ നമ്മൾ ഹിമാലയൻ 450യുടെ ടയർ നമ്മൾ സ്കാം 450ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ഹിമാലയൻ 411 അല്ലെങ്കിൽ സ്കാം 411, സ്കാം 440ൻ്റെ ഓണർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ടയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. നമ്മുടെ സ്കാം 440യിൽ നമ്മൾ ഈ 140 സെക്ഷൻ ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻ്റെ വണ്ടിയാണ് 411. അതിലും നമ്മൾ കണ്ട സെയിം ടയർ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വാവ് ലുക്ക് ഗൈസ്. ബാക്കിൽ നല്ല വ്യൂ ഉണ്ട്. സോ നിങ്ങൾക്ക് 411 440 സ്കാം 411 ഉള്ളവർക്ക് ഈ ടയർ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ലുക്ക്. നേരത്തെ വലിയ ബോഡി ചെറിയ ടയറായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയായിട്ട് തന്നെ മാച്ച് ആവുന്ന ഒരു ടയർ സൈസാണ് കേസ് ഇത് 140 സെക്ഷൻ. യു കൺസിഡർ